ഇപ്രാവശ്യം ഇടതുപക്ഷത്തിന് വളരെ മോശമായിരിക്കും. അപ്പോൾ ആര്യ രാജേന്ദ്രൻ അവർക്ക് തന്നെ വേണ്ടാതായ ഒരു മേയറാണ്. ആ മേയറെ എന്തിനാണ് ഇനി ജനങ്ങൾക്ക് വേണം. അപ്പൊ അങ്ങനെ ഇവിടെ BJP ഭരണം മാറണം. ഈ ഭരണം മാറിയേ പറ്റുള്ളൂ. ഈ കോർപ്പറേഷൻ അത്ര മാത്രം അതമ്പതിച്ച് കിടക്കുകയാണ്. അത്ര മാത്രം ഇവിടെ BJP ആര് ചോദിച്ചാൽ എന്തൊരു അയ്യപ്പന്റെ സ്വർണ്ണമൊക്കെ മോട്ടിച്ചോണ്ട് പോയില്ലേ. ഇനി എന്തൊരു മോട്ടിക്കായിരിക്കുന്നു കയറിയിട്ട്. എന്തായാലും ഇപ്രാവശ്യം ഇടതുപക്ഷത്തിന് വളരെ മോശമായിരിക്കും. അത്രയ്ക്കുള്ള ഇതാണ്. നമ്മളെ എല്ലാരും ദ്രോഹിക്കുന്നതാണ്. ആട്ടക്കാരെ ദ്രോഹിക്കുന്നുണ്ട്, പിന്നെ ബാക്കി സാധനങ്ങളുടെ വില, അങ്ങനെ എല്ലാ കാര്യവും വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ആര് ജയിക്കുന്ന അവര് ജയം BJPക്ക് സ്ഥാനാർത്ഥി ചാൻസ് ഉണ്ട്. കോർപ്പറേഷൻ ഇലക്ഷനിൽ പൊങ്കാല ഇടാതെ തന്നെ പൊങ്കാലയുടെ പേരും പറഞ്ഞ് പൈസ എഴുതിയെടുത്ത്. അപ്പൊ ഇതൊക്കെ കാണും ജനങ്ങളെയാണ്. ശബരിമല കേസ്, ഇതൊക്കെ എന്തെല്ലാം കേസുകൾ നടക്കണം. നമ്മുടെ ഇത്രയും പ്രായത്തിനിടയിൽ ഇങ്ങനെ ശബരിമലയിലൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ വളരെ മോശം തന്നെ. പിന്നെ ഇപ്പൊ പെൻഷനൊക്കെ 2000 കോടി കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ചാൻസ് കിട്ടുമെന്നും പറയാൻ നോക്കില്ല. എന്നാലും മനസമാനമില്ല ആൾക്കാർക്ക്. അടിയും മഴക്കും കുത്തും എന്ത് പറഞ്ഞാലും ഒരു രക്ഷയില്ല. വണ്ടി തർക്കത്തിൽ എങ്ങനെയും പോയാൽ ആ തർക്കം പറഞ്ഞ അടിവെട്ട്, എങ്ങനെ ഒരു തരത്തിലും ജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെ. ശാസ്ത്രമംഗലത്ത് ചാൻസ് കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം BJP ആയിരുന്നു. ഇപ്രാവശ്യം സിവിലൊക്കെ മേടമാണ്. ചിലപ്പോൾ ചാൻസ് കാണും, പറയാൻ പറ്റില്ല. മധു മൂന്നാമത്തെ പ്രാവശ്യമാണ് കവടിയാണ്. അയാളും നല്ല വ്യക്തിയാണ്. ഞാൻ പാർട്ടിക്കാരനല്ല, നമ്മൾ പറയണം പൊതുവെ. പിന്നെ ഗോവന്റെ സൗകര്യമാണ് നിൽക്കുന്നത് കോൺഗ്രസിന്. അതും ചിലപ്പോൾ ചാൻസ് കാണും. ഇടതുപക്ഷത്ത് ഒരു കൊച്ചു പെണ്ണാണ്, പുതിയ പാർട്ടിയല്ലേ, അത് പറയാൻ പറ്റില്ല. ഞങ്ങക്ക് കാലടി അങ്ങനെ അവിടെയാണ്. അവിടത്തെ ആണെങ്കിൽ ഞാൻ പറയാം, അവിടെ BJPക്ക് ആയിരിക്കും സാധ്യത. 3 പാർട്ടികളും ശക്തമായി ഉണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു മാറ്റം വരണം. 45 വർഷം കൊണ്ട് LDF കൂടെ ഭരിക്കുകയാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് വേണ്ടി കാര്യമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവരുടേതായ കാര്യങ്ങൾ മാത്രമേ ഈ കോർപ്പറേഷൻ നടക്കുന്നുള്ളൂ. അതായത് അടിയും ബഹളവും മറ്റു കാര്യങ്ങളുമായിട്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ജനങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. നല്ലൊരു ഭരണം കോർപ്പറേഷനിൽ വരണമെങ്കിൽ ഈ കോർപ്പറേഷനും സംസ്ഥാനമായിട്ടൊരു ലിങ്കുണ്ട്, സംസ്ഥാനവും കേന്ദ്രമായിട്ടൊരു ലിങ്ക് വേണം. അപ്പോൾ കേന്ദ്ര ഫണ്ട് വന്നാൽ മാത്രമേ നമുക്ക് സംസ്ഥാനത്ത് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യൂ. ആ സംസ്ഥാന ഫണ്ട് കോർപ്പറേഷനിലും കൂടി വരണം. വന്നാൽ മാത്രമല്ല, ഇപ്പോഴത്തെ പട്ടിയുടെ നായ്ക്കയുടെ കാര്യം ആലോചിച്ച് നോക്കണം. 45 വർഷം ഈ LDF കൂടെ ഭരിച്ചു. ഈ LDF കൂടെ ഭരിച്ചിട്ട് ഇവിടെ നായ്ക്കൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് 4.5 ലക്ഷം രൂപയാണ് കോവിഡ് സമയത്ത് എഴുതിയെടുത്തത് ഈ കോർപ്പറേഷനിലെ ആര്യ രാജേന്ദ്രൻ. ഈ ആര്യ രാജേന്ദ്രൻ വലിയ ഒരു കോർപ്പറേഷനിലെ മേയർ ആണെന്ന് LDF കൊട്ടി ഘോഷിക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ട് അവർ ഇപ്രാവശ്യം നിർത്തിയില്ല? അവർ പറയുന്നത് ഇപ്പോൾ നിയമസഭയിൽ നിർത്തും. അതൊക്കെ അപ്പോഴും കാണാം, നിയമസഭയിൽ നിർത്തുന്ന കാര്യമൊക്കെ അപ്പോഴും കാണാം. പക്ഷെ എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രനെ LDF ഒരു പ്രാവശ്യവും കൂടെ കൊടുക്കാത്ത? ആര്യ രാജേന്ദ്രനെ കാട്ടിയും LDFന്റെ വലിയ വമ്പന്മാരെ ഇപ്പോൾ അവർ നിർത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആര്യ രാജേന്ദ്രൻ അവർക്ക് തന്നെ വേണ്ടാതായ ഒരു മേയറാണ്. ആ മേയറെ എന്തിനാണ് ഇനി ജനങ്ങൾക്ക് വേണം. അപ്പൊ അങ്ങനെ ഇവിടെ BJP വരണം. ഇവിടെ BJP ഈ 35 സീറ്റ് കൊടുത്ത ജനങ്ങൾ തന്നെ അവർക്ക് ഒരു 55 സീറ്റെങ്കിലും കൊടുത്ത് BJPയെ അധികാരത്തിൽ കൊണ്ടുവരണം. എന്തുകൊണ്ട് കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുന്നു? അവിടെ ജാതി രാഷ്ട്രീയം എല്ലാം ഉണ്ടല്ലോ. എങ്കിൽ തന്നെയും അവിടെ BJP വന്നപ്പോൾ ബീഹാറിൽ തന്നെ കണ്ടില്ലേ, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ബീഹാറിൽ കിട്ടിയത്. അപ്പൊ അതുപോലെ നമ്മുടെ കോർപ്പറേഷനിലും അതുപോലെ തന്നെ നിയമസഭയിലും പ്രാതിനിധ്യം വേണം. എല്ലാ സ്ഥലത്തും സജീവമായ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സാന്നിധ്യം എല്ലായിടത്തും വേണം. ആർക്കും 90% വരെ ഭൂരിപക്ഷം ആരും ഒരു ജനതയും കൊടുക്കരുത്. എല്ലാ പ്രതിപക്ഷവും വേണം, ഭരണപക്ഷവും വേണം. അങ്ങനെ ഒരു ഇടിച്ചിടിച്ച് നിൽക്കണം. മനസ്സിലായില്ലേ? ഇടിച്ചിടിച്ച് നിന്നാൽ മറ്റേ 2-3 സീറ്റുകൾക്ക് മാത്രമേ ഇവിടെ ഭൂരിപക്ഷം കൊടുക്കാവൂ ആർക്കും. എങ്കിൽ മാത്രമേ പ്രതിപക്ഷത്തിനും വില കാണൂ, ഭരണപക്ഷത്തിനും പേടി വരുള്ളൂ. ഇവിടെ ഒരു നല്ലൊരു ഗവൺമെന്റ് വരണം, നല്ലൊരു കോർപ്പറേഷൻ ഭരണം വരണം. അതിനുവേണ്ടി ജനങ്ങൾ ഒന്നിക്കുന്ന ഇപ്പൊ ഇവിടെ നല്ലൊരു വിദ്യാസമ്പന്നരായ നമ്മുടെ ഒരു DGP ശ്രീലേഖ മേഡം, അവരെ പോലെ ഉള്ളവരെ ജനങ്ങൾ തിരഞ്ഞെടുക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ വികസനം വരും. അല്ലാതെ എഴുത്തും വായന അറിഞ്ഞുകൂടാത്തവരെ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറ്റി അവർക്ക് സ്വന്തം ഒപ്പിടാൻ അറിയില്ല. മനസ്സിലായില്ലേ? 15,000 രൂപയാണ് ഇവിടുത്തെ കോർപ്പറേഷനിലെ മേയർക്ക് കിട്ടുന്നത്. ഈ 15,000 രൂപയുടെ ആഡംബരമാണോ കാണിക്കുന്നത്? അതുപോലെ തന്നെ വാഹനങ്ങൾ, ഇത്രയും വലിയൊരു വാഹനങ്ങൾ 35 ലക്ഷം 45 ലക്ഷം രൂപയും കൊടുത്തുള്ള വാഹനങ്ങൾ ഒരിക്കലും ഇതേപോലുള്ള സർക്കാരിന്റെ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ പരിധിയിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥർക്കും അതേപോലെ തന്നെ ജനാധിപത്യത്തിൽ തന്നെ കയറി വരുന്ന ഒരു പ്രസിഡന്റിനോ സെക്രട്ടറിക്കൊന്നും കൊടുക്കാൻ പാടില്ല. അവർക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള മാരുതി കാറ് കൊടുക്കാം. അവർക്ക് യാത്ര ചെയ്താൽ പോരെ. 45-50 ലക്ഷം. ശബരിമല തന്നെ കണ്ടില്ലേ, വാസു ഏറ്റവും നല്ല ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞ ആരാണ്? LDFന്റെ ആള് പത്മകുമാർ. കടകംപള്ളി ഇപ്പം പിടിക്കും. മനസ്സിലായില്ലേ?
ഞങ്ങളെ പോലുള്ള ഈശ്വര വിശ്വാസമുള്ള ഹിന്ദുക്കളുടെ പണമാണ് ശബരിമലയിൽ പോണത്. എന്തുകൊണ്ട് പള്ളിയിൽ പോകുന്നില്ല? ഒരു മുസ്ലിം പള്ളിയിൽ കാണിക്ക എത്ര ഉണ്ടെന്ന് ഈ സർക്കാർ അന്വേഷിക്കുന്നുണ്ടോ? ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കാണിക്ക എത്ര ഉണ്ടെന്ന് അന്വേഷിക്കുന്നുണ്ടോ? അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. കാരണം അവരുടെ മതവിശ്വാസികൾ ഇടുന്ന കാണിക്കയിൽ ഇടുന്ന വരുമാനം കൊണ്ട് പള്ളിയുടെ വികസനം ഉണ്ടാക്കുക. അതിൽ വരുന്ന പള്ളിയിൽ വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണം ചെയ്യും. അപ്പോൾ അവരുടെ മതത്തിലുള്ളവർക്ക് സേഫ്റ്റി. പക്ഷെ ഹിന്ദു വിഘടിച്ച് നിൽക്കുന്നു. അമ്പലം പോലും ഹിന്ദുക്കൾക്ക് ഇപ്പം കിട്ടുന്നില്ല. മനസ്സിലായി? ആ അവസ്ഥയിലാണ്. ഇവിടെ ഈശ്വര വിശ്വാസമുള്ളവരെ ഭരണം ഏൽപ്പിക്കണം. അതല്ലാതെ എവിടെയെങ്കിലും കിടക്കുന്നവരെ വിളിച്ചുകൊണ്ടിട്ടിട്ട് ഭരണം. ഇപ്പോൾ ജയകുമാർ സാറ് നല്ലൊരു വ്യക്തിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹം വന്നതിൽ ഞങ്ങൾക്ക് 100% ഇതേപോലുള്ള ആൾക്കാരെ കൊണ്ടുവരണം. അമ്പലങ്ങളിൽ രാഷ്ട്രീയം കളിക്കരുത് ഒരിക്കലും. അമ്പലങ്ങളുടെ രാഷ്ട്രീയം അത് വിശ്വാസികൾക്കുള്ളതാണ്. അത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരായാലും വിശ്വാസമായിട്ട് കൊണ്ടുപോകണം. അതിനെ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിച്ചും കൊണ്ട് ഒരു ഭരണ സംവിധാനത്തിൽ വിശ്വാസികളുടെ സ്വത്തിനെ അടിച്ചെടുക്കുന്ന ഒരു ഭരണസമിതി പാടില്ല. അപ്പൊ അവർക്ക് വിശ്വാസമില്ല. പക്ഷെ ഹിന്ദുവിന്റെ പണം വേണം, ഹിന്ദുവിന്റെ അമ്പലം വേണം, ഹിന്ദുവിന്റെ സ്വർണം വേണം. ആ ഒരു സംവിധാനം ജനങ്ങൾ തിരിച്ചറിയണം. അത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരു സ്ഥലത്തും 29 സംസ്ഥാനമുള്ളതിൽ ഈ കേരളം മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇലക്ഷൻ വരുമ്പോൾ ജാതിയും മതവും കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും. അത് കഴിയുമ്പം പിന്നെ ഒന്നുമില്ല. ആ ഒരു സംവിധാനം മാറണം. ഒരു നല്ലൊരു കോർപ്പറേഷൻ എവിടെ ആയാലും. ഇപ്പൊ BJP 50 കൊല്ലം ഭരിക്കുകയാണെങ്കിൽ അവരെയും മാറ്റണം. മനസ്സിലാക്കണം. അതിന് വേറൊരു സംവിധാനം കൊണ്ടുവരണം. അങ്ങനെ ഒരിക്കലും ഒരിടത്തും ആരും ആധിപത്യം ഉണ്ടാക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഭരണം മാറണം. ഈ ഭരണം മാറിയേ പറ്റുള്ളൂ. ഈ കോർപ്പറേഷൻ അത്രമാത്രം അധംപതിച്ച് കിടക്കുകയാണ്. അത്രമാത്രം ഇത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട്. ഇവിടെ BJP അവര് നല്ല വിദ്യാഭ്യാസം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അവരോട് എന്തിനു ചെയ്ത്? ഇല്ല, അവരോട് എന്താ ചെയ്ത്? എല്ലാവരും മുക്കാലിന്റെ സമയമുള്ളൂ. പാവപ്പെട്ടവരെ തലയെ കയറാക്കും. ഇത്രയെന്ന് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാൻ. ആര് ചോദിച്ചാൽ എന്തൊരു അയ്യപ്പന്റെ സ്വർണ്ണമൊക്കെ മോട്ടിച്ചോണ്ട് പോയില്ലേ? ഇനി എന്തൊരു മോട്ടിക്കായിരിക്കുന്നു കയറിയിട്ട്. അപ്പൊ ആരെങ്കിലും ഒരാളെ ചോദിച്ചാല് ഇത് തന്നെ. ആര് ചോദിച്ചാലും മോട്ടിക്കാനുള്ളവന്മാര് മോട്ടിക്കും. മുൻമേറെ മോട്ടിച്ചില്ലേ? പിന്നെ ഇനി എന്തൊരു പറയാ. എല്ലാവരും ആര് കയറിയത് ഇതൊക്കെ തന്നെ. വോട്ട് ചെയ്യുന്ന ജനങ്ങള് കരുതുകള് വാശിയോടെ നമുക്ക് ആരാണ് നല്ല ഒരു വ്യക്തി എന്നുള്ളത് അവർക്ക് കൊടുക്കും. എന്തായാലും നമുക്ക് ഈ വാർഡിൽ ഇല്ല. കുഴപ്പമില്ല. നമുക്ക് അതൊന്നും നമുക്ക് പറയാനൊന്നും പറ്റൂല. ശ്രീലേഖ മേഡം നിൽക്കുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല. ടൈറ്റ് വർക്കാണ് എല്ലാവരുടെയും ഭാഗത്ത് നിന്നില്ല. അതിലിപ്പോ ആർക്ക് കൊടുക്കും, ആരാണ് നല്ലത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം രാഷ്ട്രീയമല്ലേ. രാഷ്ട്രീയത്തിന് സത്യസന്ധത കുറവാണ് എല്ലാ രാഷ്ട്രീയത്തിലും. അതുകൊണ്ട് നമുക്കതിന് വലിയ താല്പര്യമൊന്നുമില്ല. നല്ല വ്യക്തികൾ ആരാണോ അവർക്ക് കൊടുക്കും. അത്രയേ ഉള്ളൂ.